ഹലോ. പഴയ സിനിമകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ എപ്പിസോഡായിട്ടും ആ സിനിമ നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. സിനിമ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന പല ആൾക്കാരും ഇപ്പോൾ കൂടെയില്ല. അതിലൊരു നടനാണ് തിലകൻ ചേട്ടൻ. അപ്പോൾ ഇന്നത്തെ സിനിമ മൂന്നാം പക്കം എന്നൊരു സിനിമയാണ്. 1988 ഈ സിനിമ ഇറങ്ങുന്നത്. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. അതിൽ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. തിലകൻ ചേട്ടനുണ്ട്, ജഗതി ചേട്ടനുണ്ട്, ജയറാമുണ്ട്. ജയറാമിൻ്റെ രണ്ടാമത്തെ പടമാണിത്. ഇന്നത്തെ നസ്ലിൻ്റെ പ്രായമേ അന്നുള്ളൂ. അതായത് ഒരു 10-23 വയസ്സിലാണ് ജയറാം ആ സിനിമ അഭിനയിക്കുന്നത്. തിലകൻ ചേട്ടനാണെങ്കിലും ഇന്നത്തെ വിജയുടെ ഒരു വയസ്സ്, ഒരു 50, 52, 53 വയസ്സ് അത്രയേ ഉള്ളൂ. ആ സിനിമ ഒരിക്കൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അതൊരിക്കലും ആ സിനിമ മോശമായതുകൊണ്ടല്ല, ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് ഗിഫ്റ്റ് ചെയ്തത് പത്മരാജൻ സാറാണ്. അപ്പൂപ്പനും കൊച്ചുമോനും തമ്മിലുള്ള ഒരു ബന്ധത്തിനെയാണ് അത് കാണിക്കുന്നത്. ആ സിനിമയിൽ തിലകൻ ചേട്ടന് വേറെ ആരുമില്ല. അതെ, രക്തബന്ധം എന്ന് പറയാൻ വേണ്ടിയിട്ട് ജയറാമേട്ടൻ മാത്രമേ ഉള്ളൂ. കൊച്ചുമോൻ ഈ പറഞ്ഞ പോലെ മെഡിസിന് പഠിച്ചതിന് ശേഷം വെക്കേഷന് അപ്പൂപ്പനെ കാണാൻ വേണ്ടി വരുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ നമ്മുടെ മനസ്സിൽ എക്കാലവും ഉണ്ടാവും. കാരണം അതേപോലത്തെ ഒരു അഭിനയമാണ് നമ്മുടെ മുന്നിൽ എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്കൊരിക്കലും ഇതൊരു സിനിമയാണെന്ന് നമുക്ക് തോന്നില്ല, അല്ലേ? തിലകൻ ചേട്ടൻ്റെ അഭിനയമാണെങ്കിലും ജഗതി ചേട്ടൻ്റെ അഭിനയം, അതിനകത്തൊരു സീനിൽ ജഗതി ചേട്ടൻ്റെ ഒരു അഭിനയമുണ്ട്. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെ ചങ്കും ഒന്ന് പെടയും. ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും. ആ ഇൻസിഡൻ്റാണ് ഈ സിനിമയുടെ ഏറ്റവും ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ സിനിമയെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അത്തവർ എന്തായാലും ഈ സിനിമ കാണുക.